ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളായ സെൻസെക്സ് നിഫ്റ്റിയും നല്ലൊരു പോസിറ്റീവ് ക്ലോസിംഗ് തന്ന അഞ്ചാമത്തെ തുടർച്ചയായ ദിവസമാണ് ഇന്നും. ബാങ്കിങ് സെക്ടറിലെ പ്രധാനപ്പെട്ട കമ്പനികളായ ICICI ബാങ്ക്, HDFC ബാങ്ക് രണ്ടും നല്ല റിസൾട്ടുകളാണ് പുറത്തുവിട്ടത്. അതുകൊണ്ട് തന്നെ ബാങ്കിങ് സെക്ടർ ഇന്ന് നല്ല രീതിയിൽ ഉയർന്നിരുന്നു. അതോടൊപ്പം നിഫ്റ്റിയും സെൻസെക്സും ഉയർന്നിട്ടുണ്ട്. സെൻസെക്സ് 855 പോയിന്റും നിഫ്റ്റി 273 പോയിന്റും ഉയർന്നിരുന്നു. FMCG സെക്ടറാണ് ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ട് കാണപ്പെട്ടത്. ഏകദേശം 1% FMCG സെക്ടർ ഡൗൺ ആയിരുന്നു ഇന്ന്. പ്രധാനമായിട്ട് എടുത്തു പറയട്ടെ, നിഫ്റ്റി ബാങ്കിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിട്ടുണ്ട്. IT സെക്ടറും ഏകദേശം 2.5% അടുത്ത് അപ്പായിരുന്നു. ഇനി ഇന്നത്തെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ നോക്കുകയാണെങ്കിലും 2251 സ്റ്റോക്കുകൾ ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 683 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇനി നമുക്കിന്ന് മറ്റു പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് കടക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ സൗജന്യമായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് FIs അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചില സെക്ടറുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ മെയിനായിട്ട് IT സ്റ്റോക്കുകളിൽ നിന്ന് മാറി മറ്റു ചില സെക്ടറുകളിലേക്ക് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാറ്റുന്നുണ്ട്. അതിനെക്കുറിച്ചാണ്. ഏപ്രിലിലെ ആദ്യത്തെ 9 ദിവസത്തെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ IT സെക്ടറിൽ നിന്ന് അവർ ഏകദേശം 13,828 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവർ പിൻവലിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം സിമ്പിളാണ്. ഒന്ന്, ഗ്ലോബൽ ഡിമാൻഡ് കുറഞ്ഞു വരുന്നുണ്ട്. അതുകൂടാതെ US ഫെഡ് റേറ്റുമായി ബന്ധപ്പെട്ട അൺസർട്ടിനിറ്റി നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഒരു സെക്ടറിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതായിരിക്കാം മിക്കവാറും ഇവരെ ഈ ഒരു സെക്ടറിൽ നിന്ന് മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചത്. IT ഇൻഡെക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പീക്കിൽ നിന്ന് ഏകദേശം 28% ഇപ്പോൾ ഡൗൺ ആയിട്ടുണ്ടായിരുന്നു. ഇനി IT സെക്ടറിൽ ലീഡേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ റിസൾട്ടുകളും അത്ര നല്ല റിസൾട്ടല്ല വന്നിട്ടുള്ളത്. FIs IT സെക്ടറിലെ പ്രധാന സ്റ്റോക്കുകളായിട്ടുള്ള TCS, HCL ടെക് തുടങ്ങിയ സ്റ്റോക്കുകളിലെല്ലാം അവിടത്തേക്ക് കുറച്ചിട്ടുണ്ട്. വിപ്രോയിൽ മാത്രമാണ് FI ഓണർഷിപ്പിൽ ചെറിയൊരു ഉയർച്ച കാണാൻ പറ്റിയത്. ബാക്കി മിക്ക IT സ്റ്റോക്കുകളിലും അവർ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചിട്ടുണ്ട്. ഇനി ഈ ഏപ്രിലിൽ അവർ ഈ ഒരു IT സെക്ടറിൽ നിന്ന് എടുത്ത പണം മെയിനായിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് ടെലികോം സെക്ടറിലാണ്. ടെലികോം സെക്ടറിൽ ഏകദേശം 2137 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇതേ സെക്ടറിൽ തന്നെ മാർച്ചിലും 3413 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരുന്നു. അപ്പോൾ മെയിനായിട്ട് അവർ പണം ഷിഫ്റ്റ് ചെയ്യുന്നുള്ളത് ഈ ഒരു സെക്ടറിലേക്കാണ്. പിന്നെ ഏപ്രിലിൽ മെയിനായിട്ട് FIs ഇൻവെസ്റ്റ് ചെയ്തത് FMCG സെക്ടറിലാണ്. 587 കോടിയോളം FMCG സെക്ടറിലേക്ക് പോയിട്ടുണ്ട്. അത് മെയിനായിട്ട് ഒരു ഡിഫൻസീവ് സെക്ടർ എന്ന നിലയിൽ ആയിരിക്കാം മിക്കവാറും ആ ഒരു സെക്ടറിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അവർ ഹെവി ആയിട്ട് സെല് ചെയ്ത മറ്റു ചില സെക്ടറുകൾ, ഫിനാൻഷ്യൽസ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഓട്ടോ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഹെൽത്ത് കെയർ, അങ്ങനെ പല സെക്ടറുകളിൽ നിന്ന് അവർ നല്ല രീതിയിൽ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഈ ഒരു ഡാറ്റ ഈ ഒരു മാസത്തെ ഏപ്രിൽ മാസത്തെ ആദ്യത്തെ 9 ട്രേഡിംഗ് ഡേയ്സിൻ്റെ ആണ്. അടുത്ത അപ്ഡേറ്റ് നമ്മുടെ വിൻഡ് എനർജി സെക്ടറിനെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു ന്യൂസാണ്. റിന്യൂവബിൾ എനർജി മിനിസ്ട്രി ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വിൻഡ് ടർബൈൻ്റെ കമ്പോണൻസ് ആയിട്ടുള്ള ബ്ലേഡ്സ്, ടവേഴ്സ്, ഗിയർ ബോക്സസ്, ജനറേറ്റർ തുടങ്ങിയവ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് മാൻഡേറ്ററി ആക്കുന്നവർ കൊണ്ടുവരാനുള്ള ഒരു പ്രപ്പോസൽ റെഡി ആയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടാനും ഇമ്പോർട്ട്സ് കഴിയുന്നത്ര കുറക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഇതിന് ശ്രമിക്കുന്നത്. ചൈനീസ് കമ്പോണൻസ് ആണ് ഇപ്പോൾ നല്ല രീതിയിൽ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നുള്ളത് ഈ ഒരു ആവശ്യങ്ങൾക്കായിട്ട്. ആ ഒരു ഡിപ്പെൻഡൻസ് നമ്മൾ കുറക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മാനുഫാക്ചറിങ്ങിൻ്റെ കൂടെ ഡാറ്റയും R&Dയും അടക്കം ലോക്കലൈസ് ചെയ്യാനുള്ള നോംസ് ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഫോറിൻ ടർബൈൻ കമ്പനീസ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ്, R&D, ഡാറ്റാ സെൻറ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് ലോക്കലായിട്ടുള്ള പ്രൊഡക്ഷനെ സഹായിക്കും. ഇനി ഇന്ത്യൻ കമ്പനീസ് നോക്കുകയാണെങ്കിൽ സൂസ്ഡോണിനും ഐനോക്സ് വിൻഡിനും ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചറിങ് കപ്പാസിറ്റീസ് ഉണ്ട്. അവർ ഈ ഒരു റൂൾ വന്നാൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഐനോക്സ് വിൻഡിന് പോസിറ്റീവായിട്ടുള്ള മറ്റൊരു ന്യൂസ് കൂടി വന്നിരുന്നു. അവർക്കൊരു വലിയ വിൻഡ് എനർജി ഓർഡർ ലഭിച്ചിരുന്നു. CESC ലിമിറ്റഡിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള പൂർവ ഗ്രീൻ പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ടുള്ള 1500 മെഗാവാട്ട് എഗ്രിമെൻ്റിൻ്റെ ഭാഗമായിട്ടുള്ള 900 മെഗാവാട്ടിൻ്റെ ഓർഡർ ആയിരുന്നത്. ഈ ഒരു 990 മെഗാവാട്ട് പ്രൊജക്റ്റ് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നതാണ്. FY 26ഓടെ കമ്മീഷൻ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസറിൽ നിന്നുള്ള ഇന്ത്യയിൽ തന്നെ വിൻഡ് എനർജി സെക്ടറിലുള്ള ഏറ്റവും വലിയ ഓർഡറാണിത്. അടുത്തത് ഒരു QSR സെക്ടറിലെ ഒരു അപ്ഡേറ്റ് ആണ്. KFC, പിസ്സ ഹട്ട്, കോസ്റ്റ കോഫി തുടങ്ങിയ ബ്രാൻഡുകളുടെ പിന്നിലുള്ള ദേവയാനി ഇൻ്റർനാഷണൽ ഒരു മേജറായിട്ടുള്ള QSR കമ്പനിയാണ് ഇന്ത്യയിലുള്ള ലിസ്റ്റഡ് ആണ്. അവർ ബിരിയാണി ബൈ കിലോ എന്ന ബ്രാൻഡിനെ അക്വയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിരിയാണി ബൈ കിലോ അതായത് BBK സ്റ്റാർട്ട് ചെയ്തത് 2016 ഇന്ന് 100ലധികം ഔട്ട്ലെറ്റുകളുണ്ട്. അവർക്ക് 45 സിറ്റികളിലായി വ്യാപിച്ചു കിടക്കുന്നുണ്ട്.
അവരുടെ റവന്യൂ ഏകദേശം FY25 300 കോടി കടന്നിരുന്നു. 2019 മുതൽ 24 വരെയുള്ള കാലയളവിൽ ഏകദേശം 55% റവന്യൂ ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബിരിയാണി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ വളരെ ഹ്യൂജ് ആണ്. 200 മുതൽ 250 ബില്യൺ റുപ്പീസ് വരെ വാല്യൂ കണക്കാക്കുന്നുണ്ട് അതിൻ്റെ. പക്ഷേ ഇതിൽ തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്പനികൾ കുറവായിരിക്കും. മിക്കവാറും ഇതൊരു ഹൈലി ഫ്രാഗ്മെൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആണ്. അടുത്ത് നമുക്ക് ചില പ്രധാനപ്പെട്ട കമ്പനികളുണ്ട്. Q4 റിസൾട്ട് ഒന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ പ്രധാനപ്പെട്ട 2 ബാങ്കുകളുടെ റിസൾട്ട് തന്നെയാണ്. ആദ്യത്തെ HDFC ബാങ്കാണ്. അവരുടെ Q4 പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 6.7% വർദ്ധിച്ച് 17,616 കോടിയായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 10.3% വർദ്ധിച്ച് 32,070 കോടിയായിട്ടുണ്ട്. ഗ്രോസ് NPA കുറഞ്ഞിട്ടുണ്ട്. 1.42% ആയിരുന്നത് കഴിഞ്ഞ ക്വാർട്ടറിൽ. ഈ ക്വാർട്ടറിൽ അത് 1.33% കുറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ICICI ബാങ്കിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ Q4 പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 18% വളർന്ന് 12,630 കോടിയായിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 11% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. 21,193 കോടിയായിട്ടുണ്ട് Q4. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ 4.25%-ൽ നിന്ന് 4.41% ആയിട്ടുണ്ട്. ഗ്രോസ് NPAയും കുറഞ്ഞിട്ടുണ്ട്. 1.96%-ൽ നിന്ന് 1.67% കുറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിസൾട്ടാണ് 2 ബാങ്കുകളും കാഴ്ചവെച്ചിട്ടുള്ളത്. അടുത്തത് HDFC തന്നെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി SDFC AMCയുടെ ആണ്. അവരുടെ Q4 സെയിൽസ് ഇയർ ഓൺ ഇയർ 30% ഗ്രോ ചെയ്തിട്ട് 901.36 കോടിയായിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 18% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്. അത് 638.46 കോടിയായിട്ടുണ്ട്. EBITDA 23% വർദ്ധിച്ചിട്ടുണ്ട്. 854.31 കോടിയായിരുന്നു. EPSും വർദ്ധിച്ചിട്ടുണ്ട്. 29.87 ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ 25.33 ആയിരുന്നു. അടുത്തത് IT സെക്ടറിലെ സ്റ്റോക്കിൻ്റെ റിസൾട്ടാണ് ടാറ്റ എലക്സിയുടെ ആണ്. ടാറ്റ എലക്സിയുടെ Q4 പ്രോഫിറ്റ് 13% കുറഞ്ഞിട്ടുണ്ട്. അത് 172 കോടിയായിട്ടുണ്ട്. റവന്യൂ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാൾ കുറവാണ് വന്നിട്ടുള്ളത്. 908 ആയിരുന്നു. ഓട്ടോ സെഗ്മെൻറ്റിലുള്ള റവന്യൂ 10% ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കുറവുണ്ടായിട്ടുണ്ട്. IT സെക്ടറിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് വീഡിയോ മുമ്പ് പറഞ്ഞതാണ് US താരിഫും മറ്റും അവരെ നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഒരു സ്ലോ ഡൗൺ വരികയാണെങ്കിൽ അവർക്കുള്ള ഓർഡർ മാക്സിമം കുറയും. സ്വാഭാവികമായിട്ടും അവരുടെ ക്ലയൻസ് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് കുറയും. അതൊക്കെ ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്.